സർവീസിൽ നമുക്ക് ബാറ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് വരാറുണ്ട് അല്ലേ? അതിലൊന്ന് രണ്ടെണ്ണം വരുന്നത് ഡ്രെയിൻ ആകുന്നത്, നോ ചാർജിങ് വരുന്നത്, സ്ലോ ചാർജിങ് വരുന്നത്, ഫേക്ക് ചാർജിങ് വരുന്നത്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ എറർ വരുന്നത്. ഇത്രയാണ് കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഇഷ്യൂസ്. അതിലിപ്പോൾ ബാറ്ററി ഡ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ മദർ ബോർഡിൽ ഇഷ്യൂസ് കൊണ്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് ബാറ്ററിയുടെ ഡ്രെയിൻ ആയിട്ട് വരുന്നത്? ബാറ്ററിയുടെ കെമിക്കൽസ് റിയാക്ഷൻസ് കുറയുമ്പോഴോ മറ്റ് ഇഷ്യൂസ് വരുമ്പോഴാണ് ബാറ്ററിയുടെ ഫിസിക്കൽ കംപ്ലൈൻറ്റ് കൊണ്ട് എന്ത് വരുന്നുണ്ട്, ബാറ്ററി ഡ്രെയിൻ ആകുന്നുണ്ട്. രണ്ടാമത്തത് ബോർഡിൽ എന്തെങ്കിലും ഷോർട്ടോ ലീക്കേജോ, അതായത് അബ്നോർമലായിട്ട് ബാറ്ററിയിൽ നിന്ന് വോൾട്ടേജ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടും ബാറ്ററി ഡ്രെയിനിങ് അല്ലെങ്കിൽ പെട്ടെന്ന് ചാർജ് ഇറങ്ങി പോകുന്ന ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ചാർജിങ് വരാറുണ്ട് അല്ലേ? കസ്റ്റമർ വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഒന്നും കയറുന്നില്ല, ചിലപ്പോൾ ഡെഡ് കണ്ടീഷനിലായിരിക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ ഓൺ കണ്ടീഷനിലായിരിക്കും കൊണ്ടുവരിക. എന്താണെന്നുണ്ടെങ്കിൽ ചാർജ് കയറാത്ത ഇഷ്യൂസ് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചാർജിങ് കണക്ടർ മുതൽ സബ് ബോർഡ്, സ്ട്രിപ്പ്, OVP, ചാർജിങ് AC അങ്ങനെ വന്നിരിക്കുന്ന എല്ലാ സെക്ഷൻസും ചെക്ക് ചെയ്തിട്ട് വേണം നമുക്കത് കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് സെൻ്ററിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്കിത് ഡീപ്പായിട്ട് പഠിച്ചിട്ട് സർവീസർ ആകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം.